ഹായ് കൂട്ടുകാരെ, കൃഷിയെ സ്നേഹിക്കുന്ന എല്ലാവരെയും റുക്കിയാസ് വേൾഡിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ എൻ്റെ പ്രിയപ്പെട്ടവരുടെ മുമ്പിലേക്ക് വരുന്നത് ഒരു നടിയിലാട്ടോ. നടിയിൽ കാണിക്കുന്നത് എനിക്കും ഇഷ്ടമാണ്. എൻ്റെ നടിയിൽ കാണുന്നത് എൻ്റെ പ്രിയപ്പെട്ടവർക്കും ഭയങ്കര ഇഷ്ടമാണെന്ന് എനിക്കറിയാം. കാരണം ഞാനിങ്ങനെ വിളവെടുപ്പ് കാണിക്കുമ്പോൾ എന്നോട് ചോദിക്കും, നിങ്ങൾ എന്ത് പോട്ടി മിക്സ് ഇടുന്നത്, നിങ്ങളെപ്പം നടുന്നത്, എപ്പം നനയ്ക്കുന്നത്, അങ്ങനെ പല സംശയങ്ങളും. അപ്പം എൻ്റെ പ്രിയപ്പെട്ടവരുടെ സംശയം തീർക്കുന്നത് എൻ്റെ കടമയാണല്ലോ, തീർക്കേണ്ടത്. അപ്പം ഞാനിന്ന് എല്ലാ സംശയം തീർക്കുന്ന രീതിയിൽ നിന്ന് നടിയിൽ ഇന്നത്തെ നടിയിൽ ഒരു കൗതുകമുണ്ട്, നല്ല രസം. അന്നത്തെ നടിയിൽ സ്ഥലമില്ലാത്തവർക്കും, തീരെ സ്ഥലമില്ലാത്തവർ, ഒരു ചെറിയ വീടും കുറഞ്ഞ മുറ്റുള്ളവർക്കും എൻ്റെ ഇന്ന് നടുന്ന കൃഷി സൂപ്പറായി ഉണ്ടാക്കാനാവും. എന്നിട്ട് നമ്മളൊരു പാത്രം എടുത്ത് പോയാൽ ആ സ്ഥലത്ത് നിന്ന് തന്നെ നമുക്ക് വേണ്ടതെല്ലാം നമുക്ക് വിളവെടുക്കാം കേട്ടോ. എന്താ അറിയോ നമ്മൾ നടുന്നത്? ചീര. 2 തരം ചീര ഒരേ സ്ഥലത്ത് ഒരേ പാത്രത്തിൽ കുറേ ഇങ്ങനെ നടുന്നത്. അത് കണ്ടാൽ നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും. അത് നിങ്ങൾ അതേപോലെ നടും. എന്നാൽ വരി നമുക്ക് നടാലോ. എൻ്റെ കട്ടച്ചോപ്പ് ചീര നട്ടത് വെർട്ടിക്കലായിട്ട് ചാക്ക് തുളച്ചിട്ട്. ഇന്നത്തെ വീഡിയോ എന്താണെന്ന് പറഞ്ഞാൽ തക്കാളി പെട്ടിയിൽ ഇങ്ങനെ ചെടി നടുന്നതാട്ടോ. അപ്പോൾ അതിൽ കൂടുതൽ നടരുത്, ആവശ്യം ഇതിൽ നിറച്ച് നട്ടു ഞാൻ നടുവൊക്കെ ഞാൻ പിരിച്ച് കുഴിച്ചിട്ട് അത് നല്ല വീതിയിൽ വെക്കും. കണ്ടുണ്ടായത് ഈ വീഡിയോ നിങ്ങൾ നോക്കിയിട്ട് എങ്ങനെ നട്ടുന്നൊക്കെ വീഡിയോയിലുണ്ട് കേട്ടോ. ഇതുപോലെ ഉഷാറുണ്ടാവും. ഇത് കൃഷിയാണെങ്കിൽ നമുക്ക് കുക്കിംഗ് ചാനൽ തുടങ്ങും പോലെ അങ്ങ് തുടങ്ങുക. കാരണം എന്താ അറിയോ, എല്ലാ വിഭവങ്ങളും മുമ്പിൽ കൊണ്ടുപോയി വെച്ചിട്ട് എൻ്റെ പ്രിയപ്പെട്ടവരെ കാണിക്കുക. എന്തൊക്കെ കൊണ്ടുവച്ചെന്നറിയോ? ഇതാ ഫസ്റ്റിൽ പവർഫുൾ കരിയില കമ്പോസ്റ്റ് നടുന്ന പാത്രം, അതിനെപ്പറ്റി പറയാനുണ്ട്. നടുന്ന പാത്രം ഇത് എൻ്റെ കരിയില നിറച്ചതാ. കരിയില എന്ന് പറഞ്ഞാൽ കൂടുതൽ എൻ്റെ പൂക്കളുണ്ടാവുക. അതാ വലിയൊരു ചാക്ക് ഞാൻ ഇവിടെ അങ്ങ് എടുത്ത് വെച്ചില്ല. ദിവസം അടിച്ചു വരെ എനിക്ക് ഓരോ മുറം കിട്ടും. ഇതാ എൻ്റെ ബോഗൺവില്ല, ഒന്നും എനിക്ക് കുഴപ്പമില്ല. പൂക്കൾ കൊണ്ടുള്ള പ്രേമം കൊണ്ട് ഇതൊക്കെ ഞങ്ങൾ സഹിക്കും. പിന്നെ നമുക്ക് കിട്ടും ചെയ്യും, നമുക്ക് ഇതൊക്കെ വളാക്കി മാറ്റാലോ. പിന്നെ തൈ കൊണ്ടുവച്ചു നടാൻ ഉദ്ദേശിച്ചത് ഞാൻ പച്ചച്ചീര, ചുവന്ന ചീരയാണ് നടാൻ ഉദ്ദേശിച്ചത്. ഇത് ഞാൻ വെള്ളത്തിൽ കുത്തിവെച്ചാൽ എന്താ അറിയോ, ഇന്നലെ പറിച്ച് കൊണ്ടുവച്ചിരുന്നു. നടാൻ കഴിഞ്ഞില്ല, നോമ്പല്ലേ. നമ്മൾ വിചാരിച്ച പോലെ ഒന്നും ടൈം ടേബിൾ നടക്കുന്നില്ല. എൻ്റേത് കേട്ടോ, നിങ്ങളതൊക്കെ എങ്ങനെയാ? അപ്പോൾ അതും കൊണ്ട് വെള്ളത്തിൽ കുത്തിയാൽ പ്രശ്നമില്ല, ഇത് ഇങ്ങനെ തെളിഞ്ഞ് നിൽക്കും. പിന്നെ മണ്ണ് കൊണ്ടുപോയി വെച്ചു, എല്ലാം റെഡിയായി. കുക്കിംഗ് ചാനൽ പോലെ തന്നെയാണ്, ഒക്കെ റെഡിയായി കഴിഞ്ഞു. ഇനി നമുക്ക് തുടങ്ങാം കേട്ടോ. തുടങ്ങാൻ പോകുമ്പോൾ തന്നെ ഫസ്റ്റ് തന്നെ ഞാൻ ഗ്ലൗസ് അങ്ങ് ഇടുക. എൻ്റെ പ്രിയപ്പെട്ടവർ ഇത് കണ്ടിട്ട് ഗ്ലൗസ് ഇട്ടോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. പിന്നെ ഗ്ലൗസ് ഇട്ടില്ലെങ്കിൽ നമുക്കൊരു ഈർക്കിളി എന്തെങ്കിലും, പാമ്പ് പോട്ടെ, ജന്തുക്കൾ പോട്ടെ, ഈർക്കിളി എന്തെങ്കിലും ഒന്ന് നഖത്തിനുള്ളിൽ പോയാൽ പഴുപ്പ് വരുമല്ലോ. ഇപ്പം എല്ലാവർക്കും ഷുഗറും പ്രഷറും ഒക്കെ ആണല്ലോ. പിന്നെ അങ്ങനെ അതുകൊണ്ട് ഇതങ്ങ് നേരത്തെ അങ്ങ് ഇട്ട് കഴിഞ്ഞതാണ്, അവനെ പ്രശ്നമല്ല. പിന്നെ അടുത്തത് എന്താ അറിയോ, നടുന്ന ഇത് തക്കാളിപ്പെട്ടി എന്ന് പറയൂ, മീൻ പെട്ടിയാണോ, ഒന്നും തിരിയില്ല. ഇത് കിട്ടിയത് ഒന്നും കൂടെ പറയാട്ടോ, കിട്ടിയത് കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെയാണ്. വേസ്റ്റ് കൊണ്ടുപോയിട്ട് ഇതും ഉണ്ടായിരുന്നു. ഇതുണ്ട്, മരത്തിൻ്റെ ആ പെട്ടിയുണ്ട്, ഇതുമുണ്ട്, വേറൊന്നുമുണ്ട്. ഒക്കെ നിറച്ച് വേസ്റ്റ് ചെയ്യുന്നു. ഇട്ടിട്ട് അവർ പോയ എന്താ അറിയില്ല, ആ ഭാഗത്തൊരു തിരിഞ്ഞു നോക്കിയില്ല. 2-3 ദിവസം ഞാൻ കാത്ത് ഇവരിത് കൊണ്ടുപോയില്ല. അത് പിന്നെ അവസാനം ഞാൻ തന്നെ അങ്ങോട്ട് ഇറങ്ങി എല്ലാം വാനാക്കി. നിറയെ പഴത്തോട്, മുട്ടത്തോട്, അങ്ങനത്തെ ഒക്കെ ഞാൻ കമ്പോസ്റ്റിലേക്ക് ആക്കാൻ വേണ്ടി നിറച്ച് വെച്ചു. പിന്നെ അവിടെ ഒക്കെ ഒന്ന് അടിച്ച് വാരി വേറെ കുറച്ച് പ്ലാസ്റ്റിക് ഉള്ളിരുന്നു, അതെല്ലാം എടുത്തിട്ട് ഞാൻ ഹരിതത്തിന് കൊടുക്കാമെന്ന് വിചാരിച്ച് അതും എടുത്ത് വെച്ചു. പേപ്പറൊക്കെ എടുത്ത് വെച്ച് പിന്നെ അവിടെ കുറച്ച് വേസ്റ്റുള്ള കുഴിച്ചിട്ട് അങ്ങനെയൊക്കെ കൂടി ചെയ്ത് ഇതും കെട്ടി എടുത്തുണ്ടോന്ന്. ഇതെനിക്ക് നല്ല സുഖമാണ് ഇതിൽ ചീര നടാൻ. എന്താ അത് സൂപ്പർ എന്നറിയോ? എന്താണെന്ന് പറഞ്ഞാൽ ഇത്രയും വിസ്താരം, നന്നായിട്ട് പോട്ടി മിക്സ് കൊള്ളു. പിന്നെ നമുക്ക് ഇവിടെയൊക്കെ നടാലോ, ഇതൊക്കെ നമുക്ക് ചീരയും നടാം. അപ്പോൾ എൻ്റെ പ്രിയപ്പെട്ടവരെ കാണിച്ചുകൊണ്ട് നട്ടാൽ അവർക്കും ഈ ഐഡിയ വന്നാൽ അവരുണ്ടാക്കിയാൽ കുറഞ്ഞ മുറ്റം മതി, എന്നാൽ തന്നെ ഇത് ഉണ്ടാക്കാം. നമുക്ക് തുടങ്ങാം കേട്ടോ. ഇത് തുടങ്ങണ ഫസ്റ്റ് തന്നെ നമ്മളെ താരം കരിയില, കരിപ്പൂവ് ഒക്കെയാണ്. പിന്നെ ഇതിൻ്റെ അടിയിൽ നമുക്ക് പിന്നെ ആ ചകിരിൻ്റെ ഇടണ്ടാന്ന് തോന്നി എനിക്ക്. ഇതിലിപ്പോൾ ഒന്നുമില്ല, അവിടെ വേണ്ടി കോട്ടയൊക്കെ ഉള്ളൂ, നിറയെ ഇതങ്ങ് ഇടാന്ന് വിചാരിച്ച്. പറഞ്ഞ പോലെ മിതമോൾ എന്നോട് ചോദിച്ച് ചാക്ക് പിന്നെ ബെഡ് തീർന്നില്ലേ എന്നുള്ളത്, തീർന്നാൽ പറയണേ എന്നുള്ളത്. തീർന്നില്ല കേട്ടോ മോളെ, ഇനിയും ഉണ്ട്, ഞാനിത് ഇടുന്നില്ല എന്നേ ഉള്ളൂ. പിന്നെ ഇന്നലത്തെ വീഡിയോ അല്ലേ, എൻ്റെ ടൗൺഷിപ്പ് കാണാൻ പോയ വീഡിയോയിൽ
നിറയെ പണിയെടുക്കുകയാണല്ലോ അവിടെ. എടുത്തതും തീർത്തതും ഒക്കെ ഉണ്ട്, എടുക്കുന്നുണ്ട്. അപ്പം അതിൽ അട്ടിയിൽ ഇങ്ങനെ ചാക്ക് കണ്ടിട്ടുണ്ട്, ഞാനും കണ്ടിട്ടുണ്ട്. അപ്പം എൻ്റെ പ്രിയപ്പെട്ടവരെ കമൻറ്റാ, ചാക്ക് എടുത്തില്ലേ കണ്ടില്ലേ. എനിക്ക് ഒരു വീട്ടിൽ പോയിട്ട് ഇഷ്ടംപോലെ ചാക്ക് അട്ടിയിൽ അവിടെ കൊണ്ടുപോയി വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് പിന്നെ പൈമലേക്ക് നോട്ടമില്ല. അതൊരു കൊല്ലത്തിനുണ്ട്. അതായത് രസമുള്ള കമൻ്റാണത്. അതൊക്കെ തന്നെ നമ്മൾ കൃഷിക്കാർക്ക് അതൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ അതൊക്കെ എടുക്കും. ഈ പശുവിനെ പോറ്റുന്നവരില്ലേ, പിന്നെ എവിടെ പോയാൽ പുല്ല് കണ്ടാൽ ഇങ്ങനെ നോക്കിയല്ലോ, അതൊക്കെ തന്നെ എൻ്റെതും വീക്ക്നെസ്. എനിക്കടുത്ത സ്ഥലം കണ്ടിട്ട് പച്ചക്കറി നട്ടാൽ ഒരു ഉണ്ടാവലുണ്ടാവും. തണലില്ല, എന്നെ പോലെ ഇവിടുത്തെ പോലെ തണലില്ല. ഇതാ ഇഷ്ടംപോലെ നിറച്ച്. ഇനി അടുത്തത് നിറക്കതാ നോക്ക്, പൂക്കളാ. ഇതൊക്കെ എൻ്റെ ഉണ്ടാവും. ഇതാ പ്ലാസ്റ്റിക് ഇതൊക്കെ ഇതായി പോവും കേട്ടോ. എന്താവും പറഞ്ഞാൽ ഒക്കെ വളമായി മാറി കമ്പോസ്റ്റ് ആവും. ഇതെല്ലാ ഭാഗത്തേക്കും ഒന്ന് ലെവല് ചെയ്യാം. ഇതാ പ്ലാസ്റ്റിക് മിഠായിത്തോട് ഒന്ന് ലെവല് ചെയ്യട്ടെ. ഓ അതിൻ്റെ ഇടക്ക് ഇതാ ഇതും പോട്ടി മിക്സ് നിറച്ച് കഴിഞ്ഞിട്ട് ലാസ്റ്റിൽ ഇങ്ങനെ അതിൻ്റെ ഉള്ളിലേക്ക് ഇങ്ങനെ കുത്തി ചീരാന്ന് വിചാരിച്ചിട്ട് ഞാൻ പ്രയാസമാണ് അതിട്ട്. അതിനേക്കാൾ എളുപ്പം എന്താ അറിയുക, ഇപ്പം തന്നെ ഇങ്ങനെ ചെടി ഇങ്ങനെ വെച്ച് പോവാം. ഇപ്പം മണ്ണിട്ട് കഴിഞ്ഞിട്ട് അതിനിതാ ഞമ്മടെ കൊണ്ടുപോയി വെച്ചിട്ടുണ്ട്. ഇത്രയും വലുതാ, വേഗം ഉണ്ടാവും. ഇത്രയും വലുതാകുമ്പോൾ കുറച്ച് മണ്ണിടട്ടെ കേട്ടോ. ഇതിൽ എത്ര ഇട്ടാലും മതിയാവൂല കേട്ടോ, അതിനത്ര ഉണ്ട്. ഇത് മണ്ണിൻ്റെ മേലെ വെക്കാന്ന് വിചാരിച്ചിട്ടാ. ഇതൊരു വെർട്ടിക്കൽ തന്നെയാ, അത് എല്ലാം മൊത്തം ഫ്രീ തന്നെയല്ലേ. കുറച്ച് കരിയില കമ്പോസ്റ്റ് ഇട്ടാട്ടെ, ഒന്ന് കരിയില കമ്പോസ്റ്റ് ഇങ്ങനെ ഒന്ന് വെതറട്ടെ. ഇനി നമുക്ക് നടാട്ടോ. ഇനി നമുക്ക് നടന്ന് കാണിച്ചു തരാം. അതാ വേരൊക്കെ ഇഷ്ടം പോലെ ഉണ്ട്, അത്യാവശ്യം വലിപ്പമുള്ള ചെടിയാണ്. ഇവിടെ നമുക്ക് ഇപ്പം തന്നെ അങ്ങ് നടാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അടിപൊളിയായിട്ടുണ്ടാവട്ടെ. എൻ്റെ ദിക്ർ എന്താന്നുള്ളത് ചോദിക്കുന്നവരൊക്കെ ഉണ്ട് കേട്ടോ. എൻ്റെ വിജയം എങ്ങനെയാണെന്നൊക്കെ ഓരോരുത്തർ പറയുന്നത്. ഇതാ ഇങ്ങനെ അങ്ങ് ഇട്ട് കഴിഞ്ഞാൽ വലിപ്പം കൂടിയത് കൊണ്ട് വണ്ണം കൂടിയത് കൊണ്ട് അതിൻ്റെ ഉള്ളിലൂടെ അത്രയേ പോകുന്നുള്ളൂ. അതിന് കുഴപ്പമൊന്നുമില്ല. അങ്ങനെ ഞാൻ ചുറ്റും കുറേ അങ്ങ് നടട്ടെ കേട്ടോ. ഇതാ എല്ലാത്തിനും നല്ല വേരാ. കുറച്ച് വലിപ്പമുള്ളതാവുമ്പോൾ നമുക്ക് നല്ല സൗകര്യമാണ്. നടട്ടെ. അത് ഇങ്ങനെ വേര് രണ്ടും അതിൻ്റെ ഉള്ളിലൂടെ പൊയ്ക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. എനിക്ക് ശരിക്കും പറയുകയാണെങ്കിൽ ഈ ഇങ്ങനത്തെ ചെടി നടാനൊക്കെ എനിക്ക് പച്ചക്കൈയാണ് വേണ്ടത് കേട്ടോ. അത് ഭയങ്കര പാടുണ്ട്. പച്ചക്കൈ അല്ലെങ്കിൽ ഒക്കെ നമ്മൾ നോക്കിയതല്ലേ. നിങ്ങൾ ചെയ്യുന്നത് എനിക്ക് പേടിയായിട്ടാണ് ഞാൻ ആ ഇടുന്നത്. എന്താ ഇങ്ങനെ അങ്ങോട്ട് ഇട്ട് കൊടുക്കുക. ഇപ്പം തന്നെ അങ്ങ് ചേർത്തി വെച്ചാൽ ഇതാ പോയി. ഇത്രേ ഉള്ളൂ. ഇനി ഇതിങ്ങനെ അങ്ങ് തെളിഞ്ഞ് വരൂ, നല്ല ഉഷാറ് വരൂ. രണ്ടെണ്ണമായി. ഇനി ഞാൻ ചുറ്റും ഇങ്ങനെ നട്ടിട്ട് ഞാൻ കാണിച്ചു തരാം കേട്ടോ. കണ്ടില്ലേ തൈ നല്ല വലിപ്പമുള്ള വേരുള്ള. ഇതൊക്കെ പെട്ടെന്ന് പോകും. മറ്റേ കുറച്ച് വണ്ണയിതാ കുറച്ച് അങ്ങോട്ട് കയറ്റിയാലേ ഒരു പ്രശ്നവുമില്ല, സൂപ്പറായിട്ട് പോവും. എൻ്റെ അടുത്ത് ഇഷ്ടം പോലെയാ. എൻ്റെ അടുത്ത് കുറച്ചൊന്നും അല്ല. അതെന്താ അറിയോ, നിറയെ ഇത് കുറച്ച് കരിയില കമ്പോസ്റ്റിലങ്ങ് ഉണ്ടാവുക. അതാണിത് മോൾക്ക്. നിങ്ങൾക്കൊക്കെ അല്ലേ അത് അങ്ങനെ ഉണ്ടാവുന്നില്ലേ? നിങ്ങളെന്താ ദിക്ർ ചെല്ലുന്നത് ചോദിച്ചവരൊക്കെ ഉണ്ട്. ഞാൻ വിസ്മി അല്ലാതെ ഒരു സാധനം നടൂല കേട്ടോ. എന്തോ എനിക്കതൊരു റാഹത്താ, അങ്ങനെ അങ്ങ് നടുന്നത്. ഒരു ലെയർ ഞാൻ പോട്ടി മിക്സ് ഒക്കെ ഇട്ട് കഴിഞ്ഞിട്ട് ഒരു ലെയർ നടലും കഴിഞ്ഞു. നട്ട് കഴിഞ്ഞ് ചുറ്റും നട്ടു കേട്ടോ. ചുറ്റും ഇങ്ങ് നട്ട് പച്ചച്ചീര ഇപ്പം നട്ടുതാ. അതിൻ്റെ വേര് കണ്ടോ വലിച്ചിങ്ങോട്ട് ഇട്ടിട്ട് ഇഷ്ടം പോലെ വേര് ഇങ്ങോട്ട് ഉള്ളോട്ടേക്ക് വലിച്ചിട്ടാണ്. ഇതാ അങ്ങനെ അങ്ങോട്ട് ചെയ്താൽ നമുക്ക് ഇഷ്ടം പോലെ ഉണ്ടാവും. വേര് പിടിച്ചത് കണ്ടോ, വേരിതാ ഇത്രയും വേരുകൾ ഞാൻ ഉള്ളോട്ട് മാറ്റീന് കേട്ടോ. ഇതാ 1 2 3 4 5 6 7 അതൊക്കെ വേരുകളാണ്. ഇനി ഇതിൻ്റെ മേലെ ഞാൻ വീണ്ടും ഇട്ട പോലെ പൊട്ടി മിക്സ് ഇട്ടിട്ട് കേട്ടോ. അടുത്ത ലെയർ കാണിക്കാം. വീണ്ടും കരിയില. എല്ലാം കൂടെ അങ്ങ് പോരുക. ഇങ്ങനെ നടുമ്പോൾ നമുക്ക് വേരിനും നല്ല ആയാസമാണ്, നമുക്കും ഒരു പ്രയാസമല്ല. അല്ലാണ്ട് നമുക്ക് ബുദ്ധിമുട്ടാണ്. ഇപ്പം തന്നെ ഒരു കമ്പ് കുത്തണ്ടിയിരുന്നു. ഇപ്പോൾ ശ്രദ്ധിക്കേണ്ടി പ്ലാസ്റ്റിക് ലാസ്റ്റ് അങ്ങ് എടുത്ത് ഒഴിവാക്കാം. ഈ മുറ്റത്തൊക്കെ റോഡ് സൈഡാണല്ലോ, പാറി വന്നിട്ട്
നീൻ്റെ മേലെ ഞാൻ ഇതാ ഒരു ലെയറും കൂടിയായി. ഇതൊക്കെ വരൂ, നല്ലോണം വരൂ, നല്ല അമർന്ന് അടിപൊളിയായിട്ട് നമുക്ക് വീണ്ടും ഇടാം. ഞങ്ങളെ മുന്നിൽ തന്നെ പ്ലാസ്റ്റിക് എടുത്ത് മാറ്റുന്നത് എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾ കണ്ടോട്ടെ എന്ന് വിചാരിച്ചിട്ടാ. ഒരു ലെയർ ഇട്ട് കഴിഞ്ഞു, രണ്ടാമത്തെ ലെയർ. ഇനി ഞാൻ മണ്ണിടട്ടെ. മണ്ണ് പൊട്ടി മിക്സ്. ഇനി മണ്ണിടുക. മണ്ണൊന്ന് ലെവല് ചെയ്യട്ടെ. കുറച്ചങ്ങ് ഇട്ടിട്ട് മണ്ണ് ഇങ്ങനെ അങ്ങ് ഇട്ടൂടാ, കാറ്റും എല്ലാം മൂക്കിലൊക്കെ ആയാൽ ലെവൽ ചെയ്ത്. ഇതില്ലേ കരിയിലിട്ടുള്ള ഗുണം എന്താ അറിയോ? പെട്ടെന്ന് ഈ മണ്ണ് കരിയിലനൊക്കെ പെട്ടെന്ന് മണ്ണാക്കി മാറ്റും. അപ്പോൾ അതിൻ്റെ ഉറപ്പ് കുറയും. പാറ പോലെ ഉറച്ച് നിൽക്കൂല മണ്ണ്. അപ്പം പാറ പോലെ ഉറച്ചില്ലെങ്കിലുള്ള ഗുണം എന്താ പറഞ്ഞാൽ ചെടികളെ നെട്ടോട്ടോടും. വേരുകളാണല്ലോ ജലവും ലവണങ്ങളും ഒക്കെ ചെടികൾക്ക് എത്തിച്ചു കൊടുക്കുന്നത്. അപ്പോൾ അവർക്ക് നല്ല സുഖമായി. അപ്പോൾ നല്ല എളുപ്പമാണ്, വീടും പരിസരവും വൃത്തിയുമായി. ഇനി അടുത്തത് കരിയില കമ്പോസ്റ്റ്. ഇതൊരു പവർഫുള്ളാണ്. ഇതിനൊന്ന് നമുക്ക് മനസ്സ് വെച്ചാൽ അതൊക്കെ സൂപ്പറാക്കി ഉണ്ടാക്കാം. എല്ലായിടത്തും പ്ലാസ്റ്റിക്. അതാ ഇതൊന്ന് ലെവൽ ചെയ്യുക. എല്ലാ ചെടികൾക്കും കിട്ടണമല്ലോ, ഒന്ന് ലെവൽ ചെയ്താലേ കിട്ടുള്ളൂ. ഇനി ഞാൻ നടട്ടെ കേട്ടോ. ഇതാ അടുത്ത ലെയർ നടാൻ പോവുക. ഇങ്ങനെ ആയതുകൊണ്ട് നല്ല സുഖമാണ്. അതാ വലിച്ചിങ്ങോട്ട് ഇടണം കേട്ടോ. വലിച്ചിട്ടുണ്ടെങ്കിൽ ഇതിപ്പോൾ ഞാൻ എൻ്റെ ചെടീൻ്റെ അടുത്ത് നിന്ന് എടുത്തതാ. നൈസ്. വേഗം കയ്യാൻ നിങ്ങളെ കാണിക്കുമ്പോൾ എന്താ ഇങ്ങനെ വലിച്ചിങ്ങോട്ട് ഇടണം. എന്നാൽ ഇഷ്ടം പോലെ കിട്ടിക്കോളും അവർക്ക്. ഏത് നടുമ്പോഴും അങ്ങനെ കുറേ തണ്ട് ഭാഗം മണ്ണിൻ്റെ അടിയിലേക്ക് പോക്കിയാൽ നന്നായിട്ടുണ്ടാവും. ഇത് അത്ര അങ്ങോട്ട് പോക്കി ഞാൻ ചുറ്റും നട്ടിട്ട് കാണിച്ചു തരാം കേട്ടോ. രണ്ടാമത്തെ ലെയറും ഞാൻ നട്ട് കഴിഞ്ഞു. ഇതാ നട്ടിട്ട് ഉള്ളിൽ കണ്ടോ, ഉള്ളിൽ വേര്. ഇതാ പുറം കണ്ടോളൂ, പുറഭാഗം എല്ലാ ഭാഗവും. കൂടുതൽ തണ്ട് ഭാഗം ഉള്ളിലോട്ട് പോയത് കൊണ്ട് ഊരിപ്പോകുന്നുള്ള പേടിയും വേണ്ട. അതാ ഈസിയായിട്ട് നിൽക്കുക. ഉള്ളിൽ നോക്കിയതാ ഇതൊക്കെ ഇത്രയും വേര് ഭാഗം ഞാൻ ഉള്ളോട്ട് ഇതാക്കി. എന്താ ഇത്രയും അടുത്തുനിന്ന് കാണിക്കണം എന്ന് എൻ്റെ പ്രിയപ്പെട്ടവർ പറയാറില്ലേ. ഇതാ അടുത്തുനിന്ന് ഇതൊക്കെ വേരിങ്ങോട്ട് വലിച്ചിട്ടതാ. അപ്പോൾ നാളെ നിങ്ങളെ ഞാൻ കാണിക്കുമ്പോൾ ഇത് നല്ല തെളിഞ്ഞ് ഇങ്ങനെ മേലോട്ടിക്കുന്നത് കാണാം. ഇനി അടുത്തത് കേട്ടോ. ഇനി അടുത്തത് നടട്ടെ. എൻ്റെ മീൻകൊട്ട അടിപൊളിയായിട്ട് പോട്ടി മിക്സ് കൊണ്ട് നിറച്ച് കവിഞ്ഞു ഒരു ലെയർ ഇട്ട് കഴിഞ്ഞിട്ട് കരിയില കമ്പോസ്റ്റും കരിയിലയും പിന്നെ മണ്ണും ഒക്കെ ഇട്ട് അതിൽ ചെടി നട്ടു. വീണ്ടും ഒരു ലെയർ അങ്ങനെ തന്നെ ചെയ്തു, അതിലും നട്ടു. മൂന്നാമത്തെ ലെയർ ഇതാ അതേപോലെ തന്നെയാണ്. കുറേ കരിയില, പിന്നെ ഞാൻ കരിയില കമ്പോസ്റ്റ്, മണ്ണ് ഇട്ട് എല്ലായിടത്തും ലെവൽ ചെയ്ത്. ലെവൽ ചെയ്തതും കണ്ടല്ലോ. ഇതിൻ്റെ മേലെ ഞാൻ നടാൻ പോകുന്നത് എന്താ അറിയോ? പച്ചച്ചീര അല്ല, അതാ എൻ്റെ പ്രിയപ്പെട്ട എൻ്റെ സുന്ദരി ചീര ചുവപ്പ്. എൻ്റെ ചുവന്ന ചീര ഉണ്ടായതൊക്കെ ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇത് നിറച്ചും തിങ്ങിയത് ഞാൻ എൻ്റെ മക്കളെ കാണിച്ചതല്ലേ. ഇപ്പം തീരാനായി. അപ്പോൾ ഇവിടെ ഇങ്ങനെ അടിപൊളിയായിട്ട് പച്ചച്ചീര അങ്ങ് വരും, നടുക്ക് ചുവപ്പ് അങ്ങനെ വരും. നല്ല കളർഫുള്ളാവുകയും ചെയ്യും. നമുക്ക് നന്നായിട്ട് ചീരയും കിട്ടും. നല്ല പൊട്ടി മിക്സ്. അതുകൊണ്ട് ധൈര്യമായിട്ട് നമുക്ക് നടാം. നല്ല ഇതിൽ കുറേ തൈകളൊക്കെ ഞാൻ ഒരു ചെറിയ പാത്രത്തിലേക്ക് മാറ്റും. ഇത് കളയുന്നത് എനിക്കിഷ്ടമല്ല. ഇത് നല്ല രസമാണ്. ബിസ്മില്ലാഹിർ-റഹ്മാനിർ-റഹീം. എൻ്റെ അടിപൊളിയായിട്ടുണ്ടാവട്ടെ. ചുവപ്പും എൻ്റെ പ്രിയപ്പെട്ടവരെ കാണിച്ചിട്ട് അവരും അതുപോലെ ഉണ്ടാക്കുന്നുണ്ട്. ഒരാൾ എന്നോട് മത്തൻ്റെ ചോദിച്ചിരുന്നു. മത്തൻ അപ്പുറത്തെ പറമ്പിലാണ് ഉള്ളത്. മത്തൻ ഇനി 2 ദിവസത്തെ മുമ്പത്തെ വീഡിയോയിൽ ഞാൻ ഇട്ടതാ. എൻ്റെ തറവാട് വീട് കാണിക്കുന്ന വീഡിയോയിൽ ഞാൻ നട്ട മത്തൻ്റെ അപ്ഡേറ്റ് കാണിച്ചിട്ടുണ്ട് കേട്ടോ. വേണേ ഇനിയും കാണിച്ചു തരാം. അത് നല്ല ഉഷാറുണ്ടായിന്. എന്താ ഞാൻ 6 നടുന്നുള്ളൂ. ഇത് കാരണം വീതി കൂടിയത് ഞാൻ കാണിച്ചു തരാം. എൻ്റെ ഇത് വീതി കൂടിയത് നിങ്ങൾക്ക് ചുവപ്പ് ചീര. എൻ്റെ ചീര പാകിയത് മൊത്തം ഉണ്ടായി. ഇതൊക്കെ പാകി മുളപ്പിച്ചതാണ്. പച്ചച്ചീര ഒറ്റൊന്നും പാകിയതല്ല, എല്ലാം കരിയില കമ്പോസ്റ്റിൽ നിന്ന് മുളച്ചതാ. ഇത് ഞാൻ പാകിയതാ. എനിക്ക് ചുവപ്പിൻ്റെ ഇഷ്ടം കൊണ്ട് 6 നടുന്നുള്ളൂ. തിങ്ങിപ്പോവും. തിങ്ങിയാലുള്ള പ്രശ്നം എന്താ അറിയോ? തിങ്ങിക്കഴിഞ്ഞാൽ
പുഴുക്കേട് വരാൻ സാധ്യത കൂടുതലാണ്. കുറച്ചൊരു ഇങ്ങനെ വിടവ് വേണം, ഒഴിവ് വേണം. 6 മതി. ഞാനങ്ങനെ കണ്ണീർപ്പം കാട്ടിയിട്ട് ഒരു ചാക്കിൽ കുറേ നട്ട് കുറച്ച് കഴിഞ്ഞ് നോക്കുമ്പോൾ അതിന് പുഴുക്കേട് കണ്ട് പിന്നെ ഞാൻ അതിൻ്റെ ഇടയ്ക്ക് നിന്നൊക്കെ എടുത്തിട്ട് വേറെ നട്ടു കേട്ടോ. അങ്ങനത്തെ ഗതികേടൊന്നും വരുത്തേണ്ടതാണ്. ഇങ്ങനെ തുടക്കുമ്പോൾ നമ്മൾ ആദ്യം തന്നെ അങ്ങ് പ്ലാനിങ് ഉണ്ടായാൽ മതി എത്ര നടണം എന്നുള്ളത്. ഇതാ അപ്പോൾ പച്ച ചീരയും ചുവന്ന ചീരയും അടിപൊളിയായിട്ട് നട്ട് കഴിഞ്ഞു. ഇനി നമുക്ക് ഉച്ചക്ക് എന്താ ഉണ്ടാക്കുന്ന ആലോചിച്ച് നമുക്ക് ചീര വിളവെടുക്കാമെന്ന് വിചാരിച്ച് വരുമ്പോൾ ഒരു പാത്രം എടുത്തെങ്കിൽ വരുമ്പോൾ ഒരു തോരനുള്ളതല്ല ഒരു പ്രാവശ്യം വിളവെടുക്കാണ്ടാവുക. അത്രക്കും കിട്ടും ഇതിന് ചുറ്റും. ഇതിനിപ്പോൾ സ്ഥലം വേണ്ടല്ലോ, ഒരിടമെങ്കിലും വെയിലത്തങ്ങ് വെച്ചാൽ മതിയല്ലോ മുറ്റത്ത്. പിന്നെയെന്ന് പറഞ്ഞാൽ പൊട്ടി മിക്സിനും പൈസ ഇല്ല, പാത്രത്തിനും പൈസ ഇല്ല, സംഭവം എൻ്റെതല്ല. അതങ്ങനെ എനിക്ക് കിട്ടിയ ഇനിയുണ്ട് നടാൻ. ഇവിടെ നിൽക്കട്ടെ, ഞാനിനി എൻ്റെ പ്രിയപ്പെട്ടവർക്ക് നനച്ച് കാണിച്ചു തരാം കേട്ടോ. നനക്കട്ടെ കേട്ടോ. ഇപ്പം ചുറ്റും ഇങ്ങനെ ചെടി വാടി നിൽക്കുന്നൊന്നും നിങ്ങളൊന്നും വിചാരിക്കേണ്ട. അതൊക്കെ ഒരു തെളിയത് നട്ടുച്ചക്ക് ഇവിടെ വെയിലേക്ക് കിട്ടിയില്ലെങ്കിലും ആ ചൂട് കാറ്റുണ്ട്, വാടിപ്പോവും. വൈകുന്നേരം ആകുമ്പോൾ പൂർവാധികം ശക്തിയോട് കൂടെ ഇങ്ങോട്ട് ആളായി വരും. ഇങ്ങനെ എഴുന്നേറ്റ് ഇങ്ങനെ നിൽക്കും. ഒക്കെ ഇങ്ങനെ കാണിച്ചു തരുന്നുണ്ട് എഴുന്നേറ്റ് നിന്നതൊക്കെ. പിന്നെ ഇന്ന് വരെയുള്ള വീഡിയോൻ്റെ കമൻറ്റ് ഞാൻ നാളെ വായിക്കുന്നുണ്ട് കേട്ടോ. ഒരാഴ്ചക്കത്തെ കമൻറ്റ്. കാരണം കുറേ ആൾക്ക് പറയാൻ മാത്രമല്ല കമൻറ്റ് രസകരമായതൊക്കെ ഉണ്ട്. അതുകൊണ്ട് ഒരു വീഡിയോ എൻ്റെ കമൻറ്റ് വായിക്കുന്ന വീഡിയോ. അതുകൊണ്ട് ഇന്നത്തെ വീഡിയോൻ്റെ വരെ ഉള്ളത് ഞാൻ വായിക്കും കേട്ടോ. അതിൽ നടിയിലൊന്നും ഉണ്ടാവില്ല. എനിക്ക് ഭയങ്കര ഇഷ്ടമായി ഓരോ കമൻറ്റ് വായിച്ചപ്പോൾ. ഇന്നലെ ടൗൺഷിപ്പ് കാണാൻ പോയപ്പോൾ വരെ രസകരമായ കമൻറ്റ് ഉണ്ട്. ഈ പച്ചച്ചീരൻ്റെ വാട്ടൊന്നും ഒന്നും വിചാരിക്കണ്ട. ഇത് പിന്നെ ഇപ്പം ഫ്രഷിലങ്ങ് നട്ടയല്ലേ, ഇനി അങ്ങ് തെളിയും. അപ്പോൾ എൻ്റെ ചീര നടയിൽ കഴിഞ്ഞു ഇത്ര ഈസി ആയിട്ട്. എല്ലാവരും ഇങ്ങനെയൊക്കെ നടണം കേട്ടോ. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനത്തെ പാത്രം കിട്ടിയില്ല എന്ന് വിചാരിക്കും. സാധാരണ കടയിൽ നിന്ന് കൊണ്ടുവരൂലേ പ്ലാസ്റ്റിക് കവർ, അത് മതി. അത് പ്ലാസ്റ്റിക് കവർ കുറേ അരി വാങ്ങുന്ന വലുതൊന്നും വേണ്ട, ചെറുത് മതി. അങ്ങനെ കുറേ പ്ലാസ്റ്റിക് കവറിൽ മണ്ണൊക്കെ നിറച്ചിട്ട് ഇങ്ങനെ വരിക്ക നട്ടു നോക്കി നിറച്ചിങ്ങനെ ചീരണ്ടായി ഇങ്ങനെ മാറിയ പ്ലാസ്റ്റിക് കവർ കാണാത്ത രീതിയിലുണ്ടാവും. അങ്ങനെ നമ്മളെ മക്കൾക്ക് നമുക്ക് വിഷരഹിത പച്ചക്കറി കൊടുത്തൂടെ, നമ്മളെ കുടുംബത്തിനെ നമുക്ക് സന്തോഷിപ്പിച്ചൂടെ. നമുക്ക് ആരോഗ്യമുള്ള കാലത്തോളം നമ്മൾ ഓരോരോ പണിയെടുത്ത ഈ കൃഷി എന്ന് പറയുന്ന ഒരു സംസ്കാരമാണ്, ഒരു ഇബാദത്തുമാണ്. ചീര നടയിൽ വീഡിയോ അത്രയേ ഉള്ളൂ. നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് വരാം. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും സബ്ബും തന്നെ സപ്പോർട്ട് ചെയ്യണേ. ബൈ ബൈ എല്ലാവരോടും. അസ്സലാമു അലൈക്കും.